ഇവിടെ ഒരു മന്ത്രവാദിനി അവൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന ചെക്കൻ ഒരു ശാപം കൊടുത്തിട്ട് ഒരു പെട്ടിയിലിട്ട് അടയ്ക്കാണ്. എന്നിട്ട് നിറയെ ചെയിനിട്ട് കെട്ടി 20 അടി ആഴത്തിൽ ഈ ശവപ്പെട്ടി ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് വെച്ചു. ഇപ്പൊ 200 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ബിൽഡിംഗ് വെക്കാൻ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ശവപ്പെട്ടി കുറച്ച് ആൾക്കാർക്ക് കിട്ടാണ്. ഇവന്മാര് ഈ ശവപ്പെട്ടിയുടെ പുറത്ത് നിറയെ ചെയിനൊക്കെ ഇട്ട് കെട്ടി വെച്ചാൽ കണ്ടിട്ട് ഉള്ളിൽ എന്തെങ്കിലും നിധിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുറക്കണത്. തുറന്നുടനെ തന്നെ 200 വർഷം മുമ്പ് കുഴിച്ചിട്ടവൻ ജീവനോടെ പുറത്തു വരാണ്. ഇവൻ പുറത്തു വന്ന് നോക്കുമ്പോ ലോകം മൊത്തം മാറിയിരിക്കണ കാണാണ്. അത് കഴിഞ്ഞ് ഇവന്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോ ഇവന്റെ തലമുറയിലുള്ളവരാണ് അവിടെ താമസിക്കുന്നത്. ഇവനെ കണ്ട ഉടനെ ആളെ മനസ്സിലാവാത്തോണ്ട് ആരാന്ന് ചോദിക്കാണ്. അപ്പൊ ഇവര് 200 വർഷം മുമ്പുള്ള അവന്റെ അവിടുത്തെ ഫോട്ടോ കണ്ടിട്ട് ഇവൻ എന്താ അയാളെ പോലെ ഇരിക്കണേന്ന് ആലോചിക്കാണ്. എന്നിട്ട് ഇവർക്ക് ഇത് അവനാന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഇവന്റെ മേലുള്ള ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവൻ ആ വീട്ടിലുള്ള ഇവന്റെ സീക്രട്ട് റൂം തുറന്നു കാണിക്കാണ്. ആ റൂമിലാണെങ്കിൽ കോടിക്കണക്കിന് വിലയുള്ള നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇവൻ പറയണതൊക്കെ സത്യമാണെന്ന് ഇവർ വിശ്വസിക്കാണ്. ആക്ച്വലി 200 വർഷം മുമ്പ് ഒരു മന്ത്രവാദി ഇവനെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇവൻ വേറൊരു പെണ്ണിനെയാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ട് ദേഷ്യം വന്നാണ് ഈ മന്ത്രവാദി ഇവനൊരു വാമ്പയർ ആക്കി ശവപ്പെട്ടിയിലിട്ട് അടച്ചു വെക്കണത്.